അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉത്തമ അടിമകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ആളുകളും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ദാരിദ്ര്യം എന്നുള്ളത്, അല്ലേ? ഫഖർ എന്നുള്ളത്, പോറ്റി. ശരിക്കും നമ്മുടെ ജീവിതത്തെ വല്ലാണ്ട് പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ സമാധാനത്തെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ശരിക്കും ഒരു സമാധാനത്തോടെ ഒന്നും ഉറങ്ങാൻ കഴിയുന്നില്ല. എപ്പോഴും പ്രശ്നങ്ങളാണ്, എപ്പോഴും ഹോസ്പിറ്റൽ കേസുകളാണ്, വീട്ടിൽ ശരിക്കും ഭക്ഷണമല്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സാലറി, നമുക്ക് കിട്ടുന്ന ആ ഒരു കൂലി നമ്മുടെ കാര്യങ്ങൾക്ക് തികയുന്നില്ല. 1000 രൂപ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ 2000 രൂപയുടെ എക്സ്പെൻസ്, ചിലവ്. ചുരുക്കി പറഞ്ഞാൽ ആകെ ദാരിദ്ര്യമാണ്, ആകെ പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടാണ്, സാമ്പത്തികമായിട്ട് ആകെ ആകെ പ്രയാസത്തിലാണ്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലൂടെ, സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ എങ്കിൽ ജസ്റ്റ് 1 മിനിറ്റ് ഈ ഒരു ദിക്ർ ഡെയിലി ചൊല്ലാൻ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ പടച്ച റബ്ബ് ഈ പ്രശ്നങ്ങളിൽ നിന്ന്, ഈ ഇടങ്ങേറുകളിൽ നിന്ന്, ഈ പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ കൈച്ചിലാക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും നമുക്ക് വേണ്ട. ഒരുപാട് ആളുകളുടെ അനുഭവമാണ്, മഹത്തുക്കൾ പഠിപ്പിച്ച ദിക്റാണ്. നല്ല യഖീനോടുകൂടെ, നല്ല വിശ്വാസത്തോടുകൂടെ, നല്ല ഉറപ്പോടുകൂടെ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഫലം ഉറപ്പാണ്. എന്താണെങ്കിലും ദിക്ർ പറഞ്ഞുതരാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. പടച്ച റബ്ബിൻ്റെ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ദിക്ർ. യാ അള്ളാഹ് എന്ന ഇസ്മുണ്ട്, യാ മലിക്കു എന്ന ഇസ്മുണ്ട്, യാ ഹഖു എന്ന ഇസ്മൊക്കെ ഉണ്ട്. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ദിക്ർ 100 പ്രാവശ്യം നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ 1 മിനിറ്റ് തികച്ചു വേണ്ടിയില്ല നമ്മളിത് ചൊല്ലി അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മൾ 100 പ്രാവശ്യം പതിവാക്കുകയാണെങ്കിൽ എല്ലാ ദാരിദ്ര്യത്തിൽ നിന്നും, എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമ്മളെ നന്നാക്കും എന്നുള്ളതിൽ, പടച്ച റബ്ബ് നമ്മളെ കരകയറ്റും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും നമുക്ക് വേണ്ട. വഫഖനല്ലാഹ്, അല്ലാഹ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഒരു കടവും, ഒരു ലോണും, ഒരു ബാധ്യതയും നമ്മൾ പേടിക്കണ്ട. മനസ്സറിഞ്ഞ് യഖീനോടെ ഇത് ചൊല്ലുക എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.